സ്വാമി ശരണം. മണിമണ്ഡപത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കുറവായിരിക്കും. എന്താണ് മണിമണ്ഡപം? മണിമണ്ഡപത്തിൽ എന്താണ് നടക്കുന്നത്? ശരിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. തിരുവാഭരണപ്പെട്ടി പന്തളത്തു നിന്ന് പുറപ്പെടുന്നത് 3 പെട്ടിയാണ് പുറപ്പെടുന്നത്. എന്നാൽ ടിവിയിലൂടെ കാണുന്നവര് ഒരു പെട്ടി മാത്രമേ 18ാം പടി കയറി മുകളിൽ പോയി ഭഗവാന് ചാർത്തി, ശ്രീധർമ്മശാസ്താവിന് ചാർത്തി ദീപാരാധന നടത്താറുള്ളൂ. ബാക്കി 2 പെട്ടികൾ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് 7 ദിവസം കഴിഞ്ഞിട്ട് ഈ പെട്ടികൾ തിരികെ കൊണ്ടുവന്നത്? അന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ആ 7 ദിവസം എന്തോ പ്രത്യേക നടക്കുന്നുണ്ട്. അവിടുത്തെ മകരവിളക്ക് മഹോത്സവം മകരസംക്രമം മുതൽ 5 ദിവസമാണ്. മണിമണ്ഡപത്തിലാണ് അയ്യപ്പന്റെ ജീവസമാധി, അതായത് ചരിത്ര പുരുഷനായി വന്ന അയ്യപ്പൻ സമാധിയിരിക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം. ആ മണിമണ്ഡപത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം റാണി കുന്നക്കാട്ട് കുറുപ്പന്മാർക്കാണ്. ആ കുറുപ്പന്മാരുടെ പരമ്പരയിൽ ജനിച്ചതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. 24 വർഷമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് മകരസംക്രമ ദിവസം ബാക്കി 2 പെട്ടികളും മാളികപ്പുറത്തേക്കാണ് വരുന്നത്. എന്നാൽ അത് മാളികപ്പുറത്തമ്മയ്ക്കല്ല, അത് കൊണ്ടുവരുന്നത് മണിമണ്ഡപത്തിലേക്കാണ്. മണിമണ്ഡപത്തില് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വലിയ തമ്പുരാനെ തന്നുവിടുന്ന കളപ്പൊടി, പഞ്ചവർണ്ണപ്പൊടി, ആ പൊടി ഉപയോഗിച്ച് കളം എഴുതും. കളം എഴുതിയതിനു ശേഷം സന്നിധാനത്തെ അത്താഴപൂജയ്ക്ക് ശേഷം തിരുവാഭരണപ്പെട്ടിയിൽ കൊണ്ടുവരുന്ന 2ാമത്തെ പെട്ടിയിൽ കൊണ്ടുവരുന്ന കൊടകളും 3ാമത്തെ പെട്ടിയിൽ കൊണ്ടുവരുന്ന കൊടികളും തിടമ്പും. തിടമ്പെന്ന് പറഞ്ഞാൽ കൊമ്പൻ മീശയുള്ള തിരുമുഖത്തോടു കൂടിയ തിടമ്പാണ്. ഈ തിടമ്പിലേക്ക് മണിമണ്ഡപത്തിൽ നിന്നും ദേവചൈതന്യെ ആവാഹിച്ച് 18ാം പടിയിലേക്ക് എഴുന്നള്ളിക്കും. ആ എഴുന്നള്ളിക്കുന്നതിന് 2 കൊടികളുടെ അകമ്പടിയുണ്ട്. ഈ കൊടികൾ ഈ മധ്യ തിരുവിതാംകൂറിലുള്ളവർക്കൊക്കെ അറിയാം കൊടികളുടെ പ്രത്യേകത എന്താണ്. ദേവീദേവന്മാരെ എഴുന്നള്ളിക്കുമ്പോൾ അത് അകമ്പടിയായിട്ട് പോകുന്ന അധികാര ചിഹ്നങ്ങളാണ് കൊടികൾ. അങ്ങനെ ഈ കൊടികൾ ഉൾപ്പെടെ ഭഗവാനെ 18ാം പടിയിലേക്ക് എഴുന്നള്ളിച്ച് അവിടെ നായാട്ട് വിളിക്കും. നായാട്ട് വിളിക്ക് ശേഷം തിരിച്ച് എഴുന്നള്ളിച്ച് അവിടുത്തെ ചടങ്ങുകൾ, നിവേദ്യം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി അന്നത്തെ ദിവസത്തെ അടിയന്തരം അവസാനിപ്പിക്കും. തുടർന്ന് 4 ദിവസവും ഇത് തന്നെ ആവർത്തിക്കപ്പെടും. 5ാമത്തെ ദിവസം ഇതേ ഭഗവാനെ തന്നെ ആവാഹിച്ച് കൊടികളുടെയും മറ്റു അകമ്പടിയോടെ ശരക്കുത്തിയിലേക്ക് എഴുന്നള്ളിക്കും. അതിനെയാണ് മാളികപ്പുറത്തമ്മ എഴുന്നള്ളുന്നു തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും മാളികപ്പുറത്തമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമാണ്. പാണ്ഡ്യവംശജന്, അതായത് 12 രാജാക്കന്മാരെല്ലാം അമ്മ എന്നുള്ള സ്ഥാനം. അതുപോലെ പ്രത്യേകത വെച്ചാൽ അയ്യപ്പനെ എഴുന്നള്ളി പുറത്തോട്ട് പോകും. മണിമണ്ഡപത്തിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതുവശത്ത് മാളികപ്പുറ ക്ഷേത്രമാണ്. അപ്പൊ അവിടെ ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്താണെങ്കിൽ പോലും ഒന്ന് നമസ്കരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അമ്മയെ നമസ്കരിച്ചിട്ട് ശാസ്താവിനെ ദർശിക്കാൻ പോകുന്നു എന്നുള്ള സങ്കല്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശബരിമലയിലെ അതിദേവത ശരിക്കും ഭദ്രകാളിയാണ്. കാരണം ദേവിയുടെ പ്രതിഷ്ഠയോ പൂജകളോ ഒന്നുമില്ല. അതിന് പകരമായിട്ടാണ് അവിടുത്തെ എല്ലാ അടിയന്തരങ്ങളും തീർന്നതിന് ശേഷം ഗുരുതിയോടുകൂടി നട അടയ്ക്കുന്നില്ല. ഗുരുതിക്ക് ശേഷം അവിടെ യാതൊരു പൂജകളും നടക്കാറില്ല. ഗുരുതിയോടുകൂടി എല്ലാം സമാപിക്കുന്നു. അപ്പൊ ആ ക്ഷേത്രത്തിൽ, ആ പ്രദേശത്തിന്റെ അതിദേവതയായ ഭദ്രകാളിക്ക് ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു പൂജയാണ് ഗുരുതി പൂജ. അപ്പൊ അതുകൊണ്ട് തന്നെ ശാസ്താവ് അയ്യപ്പനൊക്കെ ഉപാസിച്ചത് ഭദ്രകാളിയെ തന്നെയാണ് എന്ന് തന്നെ പറയപ്പെടേണ്ടത്. അതുപോലെ ഇദ്ദേഹമാണെങ്കിലും ദേവി മഹാത്മ്യമാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഭഗവാനിലൂടെ ദേവിയിലേക്ക് എത്തപ്പെടാം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിലൂടെ നമുക്ക് പരമമായ മോശത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണത്. എല്ലാവർക്കും നന്ദി. എന്നെ ഇവിടെ വിളിച്ച ഇതിന്റെ സംഘാടകർക്ക് നന്ദി. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല. എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ സംരംഭം വളരെ ഭംഗിയായി ഭഗവാന്റെ അനുഗ്രഹത്തോടെ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.